റാപ്പർ വേടനെതിരെ ഗൂഢാലോചനയെന്ന കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. തൃക്കാക്കര എസ്.പി.ക്കാണ് അന്വേഷണ ചുമതല. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, വിവരങ്ങൾ. വേടനുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്നുണ്ട്. 2 ബലാത്സംഗ കേസിലാണ് ദിവസങ്ങളിൽ വേടൻ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുകയും ഒക്കെ ചെയ്തത്. തുടക്കം മുതൽ തന്നെ വേടനും കുടുംബവും കോടതിയിലടക്കം പറയുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് ബലാത്സംഗ പരാതികൾ വരുന്നത്. വേടനെ നിശബ്ദനാക്കുവാനുള്ള ഒരു ചില സംഘങ്ങളുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വ്യാജ പരാതികൾ വരുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുകയും ചെയ്തു. ആ പരാതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി DGPക്ക് കൈമാറുകയും DGP തൃക്കാക്കര ACPക്ക് അന്വേഷണ ചുമതല നൽകിക്കൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഒരു അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ആ രീതിയിലേക്ക് ഇനി തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലായിരിക്കും കേസ് അന്വേഷിക്കുക. ഈ മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ പോകുമ്പോൾ പോലും വേടൻ പറഞ്ഞത് തനിക്കെതിരായിട്ടുള്ള ഈ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ചില ആളുകൾ മനഃപൂർവ്വം തന്നെ കുടുക്കുവാൻ വേണ്ടി തന്നെ പാർട്ടിനെതിരെ അല്ലെങ്കിൽ താൻ പറയുന്ന നിലപാടുകൾക്കെതിരെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ആ സംഘമാണ് ഇതിന് പിന്നിൽ. അവരെ പുറം ലോകം കൊണ്ടുവരണം, തനിക്കെതിരായിട്ടുള്ള വ്യാജ പരാതികളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാണ് വേടനും ഹൈക്കോടതിയിലടക്കം ചൂണ്ടിക്കാട്ടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം പരാതി നൽകുകയും ഇപ്പോൾ അതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അതാണ് സാഹചര്യം. വേടന് കുടുംബം നൽകിയ പരാതി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സർക്കാർ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ T